നമ്മുടെ ഉണ്ടല്ലോ നെൽകൃഷി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അവരെ തീരുമാനം എല്ലാവരും കൂടെ എടുത്തായിരുന്നു. നമുക്ക് ചീരയും അതുപോലെ തന്നെ പൊട്ടുവെള്ളരിയും കുക്കമ്പറും എള്ളൊക്കെ നടാമെന്നും പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ ചീര വിത്തൊക്കെ എറിഞ്ഞ് ചീരകളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടോ. നല്ല രസമായിരുന്നു, നല്ല ടേസ്റ്റുള്ള ചീരയാണ്. അതുപോലെ നമ്മളിത് അത്യാവശ്യം കഴുകാൻ നേരത്ത് നല്ല കളറൊക്കെ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് കാണുമ്പോൾ അധികം കളറൊന്നും തോന്നുന്നില്ല, പക്ഷെ സൂപ്പർ സാധനമായിരുന്നു കേട്ടോ. എന്നിട്ട് അതിങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു ഇങ്ങനെ. അതേ പക്ഷെ കൂട്ടം കൂടിപ്പോയി, ഇവർ ഒരുപാട് വിത്ത് അടുത്തടുത്തിട്ടത് കൊണ്ടാണ്. എങ്കിലും നല്ല രസമായിരുന്നു കാണാനൊക്കെ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മണ്ണിനോട് അധ്വാനിച്ചാലുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ മനസ്സിന് സന്തോഷം കിട്ടും. ഇത്തിരി കഷ്ടപ്പാടൊക്കെ ആണെങ്കിലും അതിങ്ങനെ വിളഞ്ഞൊക്കെ നിൽക്കുന്നത് കാണുമ്പോഴും ഉണ്ടായൊക്കെ നിൽക്കുന്നത് കാണുമ്പോഴും എന്ത് ഐശ്വര്യമാണ്. എന്തൊരു മനസ്സിനും കണ്ണിനും ഒക്കെ നല്ലൊരു കുളിർമയും സന്തോഷമൊക്കെ ലഭിക്കില്ലേ. അതുപോലെ തന്നെ ഉണ്ടല്ലോ പൊട്ടുവെള്ളരിയൊക്കെ കൊണ്ടുവന്നായിരുന്നു. എനിക്ക് പൊട്ടുവെള്ളരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുമ്മട്ടി അത്ര വലിയ കാര്യമൊന്നുമല്ല. അങ്ങനെ പൊട്ടുവെള്ളരി എപ്പോൾ കൊണ്ടുവന്നാലും ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ, ഉടനെ തന്നെ ഞാനെടുത്ത് വെറുതെ കഴിക്കും. പഞ്ചസാരയും തൊട്ട് കഴിക്കുമൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമൊക്കെയാണത്. പിന്നെ ഉണ്ടാ ഈ പൊട്ടുവെള്ളരി എന്ന് പറഞ്ഞാലുണ്ടല്ലോ മഴക്കാലമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് പറ്റില്ലല്ലോ. മഴക്ക് മുമ്പേ അല്ലേ പൊട്ടുവെള്ളരി നടാനൊക്കെ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തോട്ടത്തിലുണ്ടായ അച്ചിങ്ങയൊക്കെയാണ്. ഞാനപ്പോൾ അത് പറിച്ച് ഒടിച്ച് നല്ല രീതിയിലൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ എടുത്തു വെച്ചിട്ടോ. കുറേയൊക്കെ കടയിലൊക്കെ നമ്മൾ കൊടുത്തായിരുന്നു. പിന്നെ നമുക്ക് വീട്ടാവശ്യത്തിനും പിന്നെ നമ്മൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ കൊടുക്കാമല്ലോ അവർക്കൊക്കെ. പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ നട്ട ചീരകളൊക്കെയാണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് കറി വെക്കാനൊക്കെ വേണ്ടതെന്ന് പറഞ്ഞ് ഏതായാലും മണ്ണ് വെറുതെ കിടക്കുകയല്ലേ, അപ്പോൾ ഇച്ചിരിയൊക്കെ നട്ട് പിടിപ്പിക്കാമെന്നും പറഞ്ഞ് എന്താ പറയുക, ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ കുറേയൊക്കെ നട്ടൊക്കെ പിടിപ്പിച്ച്. 2 തരം ചീരയുണ്ടായി. പച്ചച്ചീരയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നുണ്ട്. അപ്പം ഞാൻ എല്ലാവർക്കും ഒക്കെ അത് പറിച്ചൊക്കെ കൊടുത്ത് മൂത്ത് പോകൂലേ. അപ്പോൾ ഈ ചീരയാണെങ്കിലും വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ എന്തോരോന്ന് എല്ലി കഴിക്കാനാണ് മറ്റുള്ളവർക്കും എല്ലാവർക്കും കൊടുത്തായിരുന്നു. അപ്പോൾ ആ ചീര ഒരു പ്രത്യേക തരം ചീരയാണ് കേട്ടോ ഇത്. നമ്മൾക്ക് ഇഷ്ടപ്പെടും. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ വിത്തൊക്കെ ഇങ്ങനെ എറിഞ്ഞൊക്കെ ഇതാക്കിയപ്പോൾ ഒക്കെ പിടിച്ച് നല്ലതായിട്ട് നിന്നതാണ്. പറിച്ച് നടാനൊക്കെ നോക്കിയിട്ട് നമ്മൾ പിന്നത്തൊക്കെ വെച്ചപ്പോൾ പിന്നെ അവിടെ തന്നെ നിന്നൊക്കെ അങ്ങോട്ട് വളർന്നു. അപ്പോൾ അത്യാവശ്യം വലിയ വലിയ ചീരകളൊക്കെ പറിച്ചൊക്കെ എടുത്ത് ഇതിൽ നിറയെ ഉണ്ടായതാണ്. കുറേ സംഭവങ്ങൾ ഇങ്ങനെ തിങ്ങി തിങ്ങി നിന്നതുകൊണ്ട് അതിൽ നിന്നൊക്കെ കുറേ പറിച്ച് മാറ്റി. അപ്പോൾ ഓരോരുത്തർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ അത്ര ഞങ്ങൾ പറിച്ചെല്ലാം മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇനി അവിടെ വേറെ എന്തെങ്കിലും നടാലോ എന്നും പറഞ്ഞൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ പറമ്പിൽ നമ്മളൊന്നും ചെയ്യാതൊക്കെ ഇട്ടേക്കുമ്പോൾ നിറച്ച് പച്ചയൊക്കെ പിടിച്ച് അങ്ങനെ കിടക്കും. അത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി മറിച്ച് കിളച്ചൊക്കെ ഇടുമ്പോൾ അത്യാവശ്യം മണ്ണൊക്കെ നല്ല രീതിയിൽ കിടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നടാമല്ലോ. അതുപോലെ പച്ചമുളക് കുറേ നട്ടായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ പച്ചമുളകൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ വാഴ അതും ഇതൊക്കെ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ നിൽക്കണതുകൊണ്ട് അതിൻ്റെ ചുറ്റും കൊണ്ടുപോയിട്ടുമാണ് സൈഡിലായിട്ട് പച്ചമുളകും കാര്യങ്ങളൊക്കെ നട്ടത്. പിന്നെ എന്താ, ഒരു മഴ പെയ്തപ്പോൾ തന്നെ കാട് പിടിച്ചായിരുന്നു. ആളെ നിർത്തിയൊക്കെ ഒരുപാട് പുല്ലൊക്കെ ചെത്തിച്ച് ഞങ്ങളും ഒക്കെ ചെയ്തായിരുന്നു. പക്ഷെ പിന്നെയും പുല്ല് വളരുകയാണ് വേഗം വേഗം. അപ്പോൾ എന്താ പറയണ, ഈ പുല്ലിനൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, അത് പെട്ടെന്ന് വളർന്നോളും. അതേ സമയത്ത് നമ്മൾ ചീരക്കൊക്കെ വെള്ളം ഒഴിക്കാതിരുന്നാൽ അത് വാടിക്കൊറിഞ്ഞൊക്കെ നിൽക്കും. അച്ചിങ്ങയൊക്കെ ആണെങ്കിൽ ഒരുപാടുണ്ടായി കേട്ടോ. അത് നല്ലതായിട്ട് ഇങ്ങനെ വിളവൊക്കെ എടുത്തായിരുന്നേ. പിന്നെ ഞങ്ങൾ പറഞ്ഞ് ഇനി അച്ചിങ്ങ മാറ്റിയിട്ട് നമുക്ക് വേറെ എവിടെ വല്ലതും നടാന്നൊക്കെ പറഞ്ഞു. പിന്നെ ചേനയൊക്കെ ഒത്തിരി ഉണ്ട് ഇടയിലൊക്കെ. അതുപോലെ ചേനപ്പൂവൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ചേനപ്പൂ കറി വെച്ചത് കേട്ടോ. വളരെ ടേസ്റ്റ് ആയിരുന്നു അത്. അപ്പോൾ ഞാൻ എന്താ പറയുക, എനിക്ക് എങ്ങനെ എടുക്കണമെന്നൊന്നും ശരിക്കും എനിക്ക് വശമില്ലായിരുന്നു. എങ്കിലും ഞാനത് അമ്മയൊക്കെ പറഞ്ഞ് കേട്ടേക്കണ ഓർമ്മയിൽ നല്ലപോലെ കഴുകി എടുത്തിട്ട് കുത്തി അരിഞ്ഞൊക്കെ എടുത്ത് കറി വെച്ചപ്പോഴാണ് അതിൻ്റെ ആ ഒരു രുചിയും കാര്യങ്ങളും എന്താണെന്ന് മനസ്സിലായത്. ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കപ്പങ്ങ കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ പറമ്പിൽ ഒരുപാട് സംഭവങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കുറേയൊക്കെ ഞാനിപ്പോൾ പറിച്ചതൊക്കെയാണ്. പിന്നെ ഇപ്പോൾ കുറച്ചൊക്കെ ഉള്ളു. പിന്നെ അതുപോലെ നമുക്ക് കറിക്കൊക്കെ ഒന്നുമില്ലെങ്കിൽ എന്താ പറയുക, പിണ്ടി വേണമെങ്കിൽ അങ്ങനെ എടുക്കുക. കൊടപ്പൻ, കപ്പങ്ങ, അതുപോലെ അച്ചിങ്ങ, ചീര, പിന്നെ വഴുതനങ്ങ, കോവയ്ക്ക, ഇങ്ങനെയൊക്കെയുള്ള സംഭവമൊക്കെ നമുക്ക് പുറത്തുനിന്ന് കാശ് കൊടുത്ത് മേടിക്കണ്ട. അതാണ് മണ്ണിനോട് അധ്വാനിച്ചാലുള്ള ഗുണങ്ങളൊക്കെ. നമുക്ക് ഇത്തിരി സ്ഥലമൊക്കെ ഉള്ളെങ്കിൽ പോലും നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ മനസ്സ് വെച്ചാൽ നമുക്ക് നടാന്നേ. നട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണം
ഗുണമെന്ന് വെച്ചാൽ വിഷമടിക്കാത്ത പച്ചക്കറികൾ നമുക്ക് കഴിക്കാമല്ലോ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പച്ചക്കറീനെക്കാളും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് ഈ ഫ്രൂട്ട്സൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി മരങ്ങളൊക്കെ വീട്ടിലുണ്ട് കേട്ടോ. മരങ്ങളൊക്കെ എനിക്ക് നട്ടുപിടിപ്പിക്കാനും അതുപോലെ തന്നെ എനിക്ക് കൂടുതലായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കായൊക്കെ ഉണ്ടായി കിടക്കണ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പച്ചക്കറിയൊക്കെ വളരെ കുറവാണ് ഞാൻ ഇങ്ങനെ കൃഷി ചെയ്യലൊക്കെ. ഒരിടക്കൊക്കെ ഞാൻ പീച്ചിങ്ങ അതുപോലെ തന്നെ എന്താ പറയുക പാവക്ക ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരിയൊക്കെ ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനങ്ങനെ അത്ര പച്ചക്കറിയുടെ അധികം ഞാൻ കാര്യമായിട്ട് ചെയ്യാറില്ല. പിന്നെ ഫ്രൂട്ട്സ് മരങ്ങളൊക്കെയാണ് കൂടുതലുള്ളത്. പറഞ്ഞു വരികയാണെങ്കിൽ വളരെ ചുരുക്കം ചില ഫ്രൂട്ട്സ് മാത്രമേ ഇവിടെ ഇല്ലാണ്ടുള്ളൂ. ബാക്കി എല്ലാവിധ ഫ്രൂട്ട്സുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓരോ സീസൺ എത്തുമ്പോൾ നമുക്ക് ഓരോന്നും നമുക്ക് പറിച്ചെടുക്കാമല്ലോ. എനിക്ക് പേരക്ക ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പെരക്ക് ചുറ്റും പേരക്ക മരമാണ് കേട്ടോ കൂടുതൽ നട്ടു വെച്ചിരിക്കുന്നത്. ഇഷ്ടം പോലെ പേരക്ക ഉണ്ടാവും കേട്ടോ. അത് പലതരം പേരക്കയൊക്കെയാണ്. ചുമന്ന പേരക്ക, വെള്ള പേരക്ക, പിന്നെ ചെറിയ പേരക്ക, വലിയ പേരക്ക അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ മാങ്ങ, പ്ലാവ്, അതുപോലെ തന്നെ എന്താണെന്നറിയാം മുള്ളാത്ത, പിന്നെ നമ്മുടെ സീതപ്പഴം. സീതപ്പഴമൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ നമുക്ക് വാഴക്കുലയൊക്കെ നമുക്ക് പിന്നെ കിട്ടുമല്ലോ. നമുക്ക് ആവശ്യത്തിന് പഴമൊന്നും നമുക്ക് പൈസക്ക് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല വീട്ടിലുണ്ടെങ്കിൽ. ഏതായാലും ഉണ്ടല്ലോ, ചീരകൾ കുറച്ച് പറിച്ചൊക്കെ വെച്ചത് ഇത് നല്ലപോലെ കഴുകിയൊക്കെ എടുത്തിട്ട് നമുക്ക് അരിഞ്ഞൊക്കെ കുറച്ചൊക്കെ കടയിലൊക്കെ ഞങ്ങൾ കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുത്തു. വഴുതനങ്ങയാണെങ്കിലുണ്ടല്ലോ, ഞാനങ്ങനെ വഴുതനങ്ങയൊന്നും കഴിക്കുകയൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ ഉണ്ടായി നിൽക്കണ കാണാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഏതായാലും ഗ്രോ ബാഗിലൊക്കെ നട്ടതാണ്. ഒരുപാട് വഴുതനങ്ങ പറിച്ചായിരുന്നു. ഇപ്പോൾ പൂക്കിയിട്ട് നിൽക്കണേണ് കേട്ടോ. അതുപോലെ തന്നെ ചക്കയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറിച്ചൊക്കെ എടുത്തിട്ട് അത് നല്ലപോലെ കുത്തി അരിഞ്ഞൊക്കെ ചിലപ്പോൾ പുഴുക്ക് പോലെയൊക്കെ ഉണ്ടാക്കും. അല്ലെങ്കിൽ എന്താ പറയുക വിളയിച്ചൊക്കെ വെക്കും. അപ്പോൾ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് ചക്കയുടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ. മരങ്ങൾ കൊണ്ട് തിങ്ങി നിൽക്കുന്നത് കൊണ്ട് എന്താ പറയുക നല്ല തണുപ്പൊക്കെ ആയിരിക്കും എപ്പോഴും നമുക്ക്. എപ്പോഴും നമുക്കുണ്ടല്ലോ ഈ മരങ്ങൾ നമ്മളുടെ വീടിനോട് കുറച്ച് അകലമായിട്ട് നടണം കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക വീടിൻ്റെ പുറത്തൊക്കെ നിറച്ച് നമ്മുടെ വാർക്കപ്പൊക്കത്തൊക്കെ ചവറൊക്കെ ആയിരിക്കും. ഞാനിങ്ങനെ ചീരയൊക്കെ അരിഞ്ഞ് നല്ലപോലെ പേക്ക് ചെയ്തൊക്കെ അങ്ങനെ പുള്ളി കൊണ്ട് കടയിൽ കൊണ്ട് കൊടുക്കും കേട്ടോ. ഞാൻ ആദ്യമായിട്ടുണ്ടായ ഒരു മുരിങ്ങാക്കോലാണ് കേട്ടോ. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഞാൻ കുറേ നാളുകളായി മുരിങ്ങ നട്ടിട്ട്, എന്നിട്ട് ഇത് കോല് പോലെ പൊക്കത്തേക്ക് ഇങ്ങനെ പോവുകയല്ലാതെ ഉണ്ടാവണില്ലായിരുന്നു. അങ്ങനെ ഞാൻ വെട്ടി നിർത്തി എന്നിട്ടും അത് പൊക്കം വെച്ച് പോയി. അങ്ങനെ ഒരു ദിവസം ഞാൻ പൊക്കത്ത് പോയപ്പോഴാണ് എനിക്കൊരു മുരിങ്ങാക്കോല് കിട്ടിയത്. വളരെ സന്തോഷം തോന്നി. കാരണം എന്താണെന്നറിയാമോ, ആദ്യമായിട്ടുണ്ടായതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അത് നല്ലപോലെ എടുത്തിട്ട് കീന്തിയൊക്കെ വെച്ചായിരുന്നു. ഞാൻ എന്തെങ്കിലും സാധനങ്ങൾ കിട്ടിയ ഉടനെ തന്നെ അരിഞ്ഞൊക്കെ വെക്കണം, അങ്ങനത്തെ ഒരു മൈൻഡാണ് എനിക്ക്. അപ്പോൾ ഇത് ഈ മുരിങ്ങാക്കോലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് വെച്ച് വാട്ടിക്കളയേണ്ട കാര്യമില്ല. അതിനെ നമുക്ക് ചീന്തി എടുത്തിട്ടും നല്ലപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകരുത് കേട്ടോ. ഒരു ബോക്സിലാക്കിയിട്ട് നമുക്ക് എന്താ പറയുക ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു മാസത്തിൽ മേലെയൊക്കെ നിൽക്കും. അപ്പോൾ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ഒരു ചാറ് കറി വെക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറേശ്ശെയൊക്കെ എടുത്ത് നമുക്ക് വെക്കാമല്ലോ. അതേ സമയത്ത് നമ്മളത് പുറത്ത് വെക്കുകയാണെങ്കിൽ ഉണങ്ങി ചുക്കായി പോകും. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നിനും കൊള്ളാതെ കളയാനേ പറ്റുള്ളൂ. അങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കഴുകരുത്. അത് പ്രത്യേകിച്ച് എടുത്തെടുത്ത് ഞാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ഒരു മാസം വരെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഒക്കെ എന്താ പറയുക അതിലും മേലെയൊക്കെ ഇരിക്കും. പിന്നെ നമ്മൾ എന്താ പറയുക നല്ല രീതിയിൽ വെള്ളമൊന്നും ഇതാവാത്ത ഒരു നല്ല ഉണങ്ങിയ ഒരു ഇതിലായിരിക്കണം ഇട്ട് വെക്കേണ്ടതൊക്കെ. അങ്ങനെ എന്ത് സാധനങ്ങൾ നമ്മൾ നല്ല രീതിയിലൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കറി വെക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കുണ്ടാവും. പെട്ടെന്ന് ഇങ്ങനെ ഒരു വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ തന്നെ എളുപ്പം നമുക്ക് ചെയ്യാമല്ലോ. ഇത് ചേനപ്പൂവാണ് കേട്ടോ. ചേനപ്പൂ ഇങ്ങനെ ഒരു 3-4 ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഞാൻ നോക്കിയില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് ചേനപ്പൂ എന്തിനാണ് ഇങ്ങനെ ഒരു ദിവസം എടുത്ത് കറി വെക്കണമെന്ന് വിചാരിച്ച് ഞാനത് 3 ഉണ്ടായിരുന്നു. ഞാൻ പറിച്ചിട്ട് ഒരെണ്ണം ഞാൻ എടുത്ത്, 2 ഓരോ വീടുകളിൽ ഞാൻ കൊടുത്ത്. എന്നിട്ട് ഞാൻ നല്ലപോലെ കൊത്തി അരിഞ്ഞെടുത്തിട്ട് അത് കൂട്ടാൻ വെച്ചപ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടിട്ടോ. ഞാനങ്ങനെ അത് കഴിച്ചിട്ടുണ്ടായില്ല. ഞാൻ തന്നെ എടുത്ത് എങ്ങനെയൊക്കെ എടുക്കണ്ടേന്നൊന്നും അറിയില്ല. എന്നാലും ഞാൻ ഇച്ചിരി എന്താ പറയുക മഞ്ഞപ്പൊടി വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടാണ് ഞാനത് തോരൻ വെച്ചത്.
ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സാമ്പാർ ചീര ഇതൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. കുറ്റിച്ചീര, പിന്നെ നമ്മുടെ ചായ മനസ്സേന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ പറയുന്ന ചീരയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം ചേച്ചിയുടെ മോളുള്ളപ്പോഴാണ് എനിക്കിതൊക്കെ എടുക്കാനൊക്കെ താല്പര്യം. ഒരാൾ കൂടി കഴിക്കാനൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച്. ഞാൻ ഒറ്റപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ അധികം ചെയ്യാറില്ല. അതൊക്കെ ഇപ്പം നല്ല ഒരു മരം പോലെയൊക്കെ നിൽപ്പുണ്ട്. ഇനി ഒടിച്ചു കുത്തി അത് കുറച്ച് പൊക്കമൊക്കെ കുറച്ച് നിർത്തണം. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് കറി വെക്കണമെന്നൊക്കെ തോന്നിയാണെങ്കിൽ അങ്ങനെയുള്ള ചീരകളൊക്കെ ഉണ്ടെങ്കിൽ സുഖമാണല്ലോ. പിന്നെ കാട് പിടിച്ചൊക്കെ കിടക്കണേട്ടാ. പുല്ലാണെങ്കിൽ ഒരു മഴ പെയ്താൽ മതി, അപ്പം തന്നെ പുല്ലും പച്ചകളും ഒക്കെ പിടിക്കുവേ. അപ്പോൾ ഇത് തറവാടിൻ്റെ ഫ്രണ്ട് വശമാണ്. ഒരുപാട് വാഴകളൊക്കെ നട്ടിരുന്നു, അപ്പോൾ അതൊക്കെ പോയി. അങ്ങനെ ഞാനുണ്ടല്ലോ ഈ പൂക്കളൊക്കെ ഇല്ലേ, ചേനപ്പൂക്കൾ, ആദ്യം കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തതാണ് കേട്ടോ. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവർ പറഞ്ഞ് ഇനി ചേനപ്പൂ ഇനി ഉണ്ടാകുമ്പോൾ കൂട്ടാൻ വെച്ച് തന്നോട്ടോ എന്നൊക്കെ പറഞ്ഞു. വളരെ ടേസ്റ്റ് ആയിരുന്നു. കുറച്ച് ഞാൻ കഴിച്ചു, പിന്നെ ഞാൻ കുറച്ച് അടുത്ത വീട്ടിൽ കൊടുത്തായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങൾ രണ്ടുപേര് മാത്രമല്ലേ കഴിക്കാനൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഒരു ചേനപ്പൂവൊക്കെ എടുത്ത് കറി വെച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കൽ എപ്പോഴെങ്കിലും ചേനപ്പൂ കറി വെച്ച് നോക്കണം, വളരെ ടേസ്റ്റാണ്. പിന്നെ ഭയങ്കര ഒരു മഴയും കാറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉണ്ടല്ലോ ഈ ആഞ്ഞിൽ ചക്ക മരത്തില ഒരു കമ്പൊടിഞ്ഞു പോയി. അപ്പോൾ അതിൽ കുറേ ആഞ്ഞിൽ ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പറിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതിൽ ചിലതൊക്കെ മൂത്തതൊക്കെ ഉണ്ട്, ചിലതൊക്കെ കൊള്ളില്ല. എന്തായാലും ഇതിൻ്റെ കുരുവൊക്കെ നമുക്ക് നല്ലതാണ്. പണ്ടൊക്കെ എല്ലാവരും പറയും കാല് വേദനക്കൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് വറുത്തൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെയാണ്. പിന്നെ വീട്ടിലുണ്ടായ ചക്കയാണെങ്കിലുണ്ടല്ലോ, ഞാനിങ്ങനെ പറിച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നും ചിലപ്പോൾ അത് ഇങ്ങനെ പുഴുക്ക് പോലെയൊക്കെ ഉണ്ടാക്കും. ഇതാണ് എൻ്റെ പരിപാടി. പിന്നെ കാരക്കയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ഞാൻ ഈ മഴയൊക്കെ ആയത് കാരണം കുറച്ചൊക്കെ പെറുക്കിയൊക്കെ എടുത്തുള്ളൂ. ഒരുപാട് കാരക്ക, എന്തോരമാണ് കണക്കില്ലാതെയാണ് കാരക്കയൊക്കെ ആണെങ്കിൽ ഉണ്ടാവണതൊക്കെ. പണ്ടൊക്കെ ആണെങ്കിൽ വിശപ്പിൻ്റെ ഇതൊക്കെ നാളുകളൊക്കെ ആകുമ്പോൾ ആൾക്കാരൊക്കെ അത് കഴിക്കുമായിരുന്നു. ഇപ്പോൾ പിള്ളേർക്കൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ തോട്ടത്തിലെ പച്ചമുളകാണ് കേട്ടോ. ഒരുപാട് പച്ചമുളകൊക്കെ ഉണ്ടായി. അപ്പോൾ അതെല്ലാം പറിച്ച് കുറേ നമ്മുടെ കസിൻസിനൊക്കെ കൊടുത്തായിരുന്നു. പിന്നെ അതുപോലെ തോട്ടത്തിലെ മാങ്ങ, ഈ മാങ്ങ ഉണ്ടല്ലോ മരത്തിൽ കിടക്കുമ്പോൾ എന്താ പറയുക, മൂക്കണേക്ക് മുമ്പ് നമ്മളത് പറിക്കുകയാണെങ്കിൽ അത്യാവശ്യം പുഴുവൊന്നും ഉണ്ടാവില്ല. ഇത് പഴുത്ത വീഴുകയാണെങ്കിൽ പുഴുവായിരിക്കുള്ളൂ. ചെനച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ പറിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നിലും പുഴു കയറാണ്ടൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതിനകത്ത് കിടന്ന് അത്യാവശ്യം ഇത് പഴമായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ്. ചിലതൊക്കെ പൂളുമ്പോൾ പുഴുവായിരിക്കും, ചിലത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മാങ്ങയുടെ പുഴുവൊക്കെ നമ്മൾ വരാതിരിക്കാൻ നോക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന് പുകയിട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നേരത്തെ തന്നെ ഈ പുഴുവൊന്നും അതിൽ കയറാതെ നമുക്ക് കിട്ടും. ഇവിടെ ഞാൻ കാണിക്കുന്നതെല്ലാം നമ്മുടെ തോട്ടത്തിലുണ്ടായ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഏതായാലും പച്ചക്കറികൾ കുറവാണ് നടുന്നതെങ്കിൽ പോലും ഉണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക, പാടത്തെ എള്ളാണ് ഇതൊക്കെ. ഒത്തിരി എള്ളും ഉണ്ടായിരുന്നു, അതുപോലെ കുമ്മട്ടിയൊക്കെ ഉണ്ടായിട്ടാ. വളരെ സന്തോഷമായിട്ട് നിൽക്കുന്നതാണ് എല്ലാവരും തന്നെ. അപ്പോൾ ആദ്യം ഒരു അമ്പലത്തിലൊക്കെ കൊടുത്തിട്ടുമാണ് പിന്നെയുള്ളവർക്കൊക്കെ കൊടുത്തതൊക്കെ. അപ്പോൾ കർഷകരല്ലേ ഇവരൊക്കെ, ഇവരുടെയൊക്കെ മനസ്സിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ വീട്ടിലുണ്ടായ എന്താ പറയുക, ഇത് കസ്തൂരി മഞ്ഞളിൻ്റെ പൂവൊക്കെയാണ് കേട്ടോ. ചേനപ്പൂവ്, കസ്തൂരി മഞ്ഞളിൻ്റെ പൂവ്, അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി വെറൈറ്റി പൂക്കളൊക്കെ ഉണ്ടായി. കാരണം പൂക്കളല്ല കേട്ടോ, നമ്മൾ നട്ടു വെക്കുന്നതിൻ്റെ ചില പൂക്കളൊക്കെ വരുമ്പോൾ അതുപോലെ തന്നെ ഉണ്ടല്ലോ സാമ്പാർ ചീരയിൽ നിറച്ച് പൂക്കളൊക്കെ ഇട്ടേക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഓർക്കും എന്താണ് ചെടികളാന്നൊക്കെ ഓർക്കും. അതിനും ഓരോരുത്തിനും ഓരോ ഭംഗിയുള്ള പൂക്കളൊക്കെ ആയിട്ട് വരുമല്ലോ.